Hey, very good morning, guys. അങ്ങനെ നമ്മളെ ഫൈനൽ ഡേ ഇൻ മൈസൂരു. സോ രാവിലെ ഇപ്പോൾ ടൈം 6:11. രാവിലെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച യൂട്യൂബ് ട്രെൻഡിങ് മുട്ടത്തൈലം ദില്ലു. എന്താ ദില്ലു, എന്താ പരിപാടി? വണ്ടി കഴിക്കാനല്ലേ? ഇപ്പൊ യൂട്യൂബിൽ ട്രെൻഡിങ് പാട്ട് നമ്മൾ മുട്ടത്തൈല അല്ല ദില്ലു? പിന്നെ അല്ല. രാവിലെ തന്നെ നമ്മളെ കാറ് വാഷിങ് നമ്മൾ ഇന്നലെ വാഷ് ചെയ്യാൻ പറഞ്ഞായിരുന്നു നൈറ്റ്. പക്ഷെ നമ്മൾ മോർണിംഗ് രാവിലെ എണീച്ചിട്ട് ചെയ്യാനുള്ള പ്ലാനായി. അല്ല ഇതില്ലോ രാവിലെ എണീച്ച പാടല്ല ഒരു ശരീരം ചൂടാക്കാൻ. ഇപ്പോൾ രാവിലെ അതാ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. നല്ലോണം ഒന്ന് കഴുകി സെറ്റാക്കണം. ഇതിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെരി ഗുഡ് മോർണിംഗ് ടു എവരി വൺ. വെൽക്കം ടു അനദർ മൈസൂർ വ്ളോഗ് സീരീസ്. അപ്പോൾ ഇത് നമ്മളെ ഫൈനൽ പാർട്ടായിരിക്കില്ല, കാരണം ഇന്നും കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയായി. അപ്പോൾ ഇന്നും കൂടി ഇനി കുറച്ചും കൂടിയും നമ്മൾ പ്ലേസ് എല്ലാം വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടുത്തെ വ്ളോഗ്സ് എല്ലാം വരും. അപ്പോൾ നോക്കാം. രാവിലെ തന്നെ ഇതാ ആശാൻ പകുതി ഉറക്കത്താണ്. നെക്സ്റ്റ് ഉണ്ടാവുമോ? നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവും. ഇനി കോളേജിൽ പോകണ്ടേ? വൈകുന്നേരം നമ്മൾ ഇൻഷാ അല്ലാ അല്ലേ? എന്തായാലും നമ്മൾ ഇനി കൊളാബറേഷൻ വരണോ? കുറച്ചും കൂടി കഴിഞ്ഞാൽ മുട്ടത്തൈലത്തിൻ്റെ ബ്രാൻഡ് എന്ന് പറയാം. ഓക്കെ, നല്ല സ്റ്റൈല് മസിൽ പിരിപ്പിച്ചിട്ട് തുടക്കുന്നുണ്ട്. നല്ലോണം സൈഡിലേക്കായിട്ട്. ഞാൻ പണിയെടുപ്പിക്കുന്നില്ല. ആ കുഞ്ഞിൻ്റെ മനസ്സ് അത് ആളിച്ച് കുപ്പാപ്പ പറഞ്ഞിന് എന്തായാലും കാറ് കൈ കിടണം. അപ്പോൾ എന്തായി പറു അല്ല സഹായിക്കാൻ പറയട്ടെ. ഇതെന്ത് കഴിക്കല മനസ്സിലായി എനിക്ക്. ഇതിനാ പറയാം നമ്മൾ ഉടായ്പ കൈകല്. ജസ്റ്റ് വള്ളടിച്ചിട്ട് ജസ്റ്റ് തുടച്ചിട്ട് അപ്പോൾ എന്തായി ഉപ്പ പറഞ്ഞ പോലെ കഴുകും ചെയ്ത് വണ്ടി ക്ലീൻ ആവുകയും ചെയ്ത്. ഉണ്ടാ അല്ലേ? സോപ്പ് ഇട്ടിക്കില്ലല്ലോ. അതിനാ വളരെ ഉടായിപ്പാണ്. പക്ഷെ അത്രയല്ല നമുക്കല്ലേ, കാരണം ചളിയില്ല. ഡെയിലി കഴിക്കുമ്പോ പിന്നെ എന്തിനാ പിന്നെ അതന്നെ. നോട്ടെ, ഞാൻ മുഖം നോക്കട്ടെ. മുട്ടു മുട്ടത്തൈലം ഷോർട്ടാക്കി മുട്ടു. യൂട്യൂബിൽ എല്ലാവരും ജസ്റ്റ് മുട്ടത്തൈലം ദില്ലു സോങ് നടിച്ച ഫസ്റ്റ് നമ്മളെ അതിന്റെ നമ്മള് ഗായകനല്ലേ. ഹനാൻഷെല്ലാം കേട്ടുള്ള അവസ്ഥ ചോദിക്കുക. എക്സ്ക്ലൂസീവ് കോണ്ടന്റ്. ഹനാൻഷ നമ്മളടുത്ത പാട്ട് പിടിച്ചത്. പിന്നെ അല്ല എന്നാ ദില്ലുഷാന്ന് വെച്ചിട്ട് നമുക്ക് വേജം കൊടുക്കാലോ. ദില്ലുഷാ സുൽത്താൻ, ദില്ലു സുൽത്താൻ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ യൂട്യൂബിൽ അങ്ങനത്തെ ഒരു ചാനൽ പ്രതീക്ഷിക്കാം. ഇത് നമ്മളെ മുട്ടത്തൈലല്ലേ? മുട്ടത്തൈലം എന്തില്ല യൂട്യൂബിൽ ട്രെൻഡിങ് മുട്ടത്തൈലം. ഒരു ഫോട്ടോ. നമ്മള് 3rd ഡേ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ വണ്ടി റെഡിയാക്കട്ടെ എന്ന് വന്നിട്ട് വലയിനെടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്താ അവസ്ഥ? നമ്മൾ മുട്ടത്തൈലാണ് ഇന്ന് വണ്ടി എടുക്കുന്നത്. മുട്ടത്തൈലം എന്തുകൊണ്ട് ദില്ലുവിനെ വിളിക്കുന്നത്? നമ്മളെ ചാനൽ എല്ലാവരും ഈ വീഡിയോക്ക് മുന്നേ ഇട്ട ഷോർട്സ് കണ്ടാൽ മതി. മുട്ടത്തൈലം ദില്ലു. ഇവിടുന്ന് തിരിയാൻ ഇപ്പൊ ആയിരിക്കും. സമയം എത്ര? 6:42. ദില്ലൂട്ടിന് കോളേജിൽ പോണ്ടതാ. ലേറ്റ് ആയല്ലേ? ഹുട്ടുകള്ളി മെയിൻ അല്ലേ? ടൗണൊന്നുമില്ല, ചെറിയൊരു സ്ഥലം, ഒരു ഹള്ളി ഏരിയ അല്ലേ?
സിറ്റിയിലെല്ലാം വേഗം ഷോപ്പെല്ലാം പൂട്ടൂലേ? 7 മണി 7:30 എല്ലാം ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ആവൂലേ? അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് അധികം 10 മണിക്കുള്ളിൽ എല്ലാം ക്ലോസ് ആവൂലേ? ഉണ്ട്, പക്ഷെ ടൗൺ അങ്ങോട്ടേക്ക് പോകണല്ലേ. മെയിൻ സിറ്റിയിലേക്കെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഹോട്ടൽസ് ഒക്കെ ഉണ്ടാവും, ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ്. ഉള്ളുവാ അപ്പൊ ഇന്ന് എത്ര മണി വരെ? ഉച്ച വരെ കോളേജ്? ഞാൻ ഉച്ച വരെ അല്ലേ ഉണ്ടായിട്ടുള്ളൂ. തിലൂട്ടിന് എന്താ പഠിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ല, BA LLB അല്ലേ? സെക്കൻഡ് ഇയർ. 2 കോഴ്സ് ഒരുമിച്ച് എടുത്തല്ലേ? 5 years. നമ്മളെ അപ്കമിങ് അഡ്വക്കേറ്റ് അല്ലേ? ഇപ്പം ലോയർ ആയിട്ട്, ലോയർ എന്നല്ല പറയാ, അപ്പോൾ ആർക്ക് എന്ത് പ്രശ്നം വന്നതിനാലും കേസ് ഉണ്ടെങ്കിൽ നമ്മളെ ദില്ലൂട്ടിന മുട്ടത്തരം ദില്ലൂട്ട്. ഇതാണ് നമ്മളെ ബിഗ്ഗസ്റ്റ് റിലയൻസിലെ ഇവിടെ ഉള്ള റിലയൻസ്. അപ്പോൾ പണ്ട് എന്തെങ്കിലും ഉണ്ടോ ഈ വഴിക്ക് നമ്മൾ പോകുന്ന കഴിഞ്ഞെല്ലാം അങ്ങോട്ടല്ലേ? ഹോട്ടുകള്ളി സൈഡ് അങ്ങോട്ടേക്കാണ് നമ്മളെ കുഞ്ഞിലാണ്ട്. KSRTC ബസ് സ്റ്റാൻഡിൽ അപ്പുറത്തെ സൈഡാ? ഓക്കെ അങ്ങോട്ടല്ല നമ്മളിതെല്ലാം വരുന്ന ബസ് സ്റ്റാൻഡല്ലോ. ഇവിടെ മൈസൂർ KSRTC ബസ് സ്റ്റാൻഡെല്ലാം മുട്ടത്തൈലത്തിന്റെ ഉപ്പാൻ്റെതാണ്. അല്ല, ദില്ലുവിന്റെ ഉപ്പാൻ്റെതാണ്. വീണ്ടും വരും. ഇതാ ഇനി പറഞ്ഞ ഹിങ്കലെത്തുന്നതിന് മുന്നേ ആശിർഖാന്റെ ഫോൺ എന്റെ അടുത്ത് തന്നിട്ട്, അല്ല അതല്ല പാട്ട് വെച്ചിരുന്നു നമുക്ക്. ആശിർഖാന്റെ ഫോൺ എന്റെ അടുത്തും എന്റെ ഫോൺ ആശിർഖാന്റെ അടുത്തും ഉള്ള. അപ്പൊ എന്റെ ഫോണ് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണോ, ഇവിടുന്ന് മ്യൂട്ട് ചെയ്യണം, ബ്ലൂടൂത്ത് അങ്ങോട്ട് ഓഫ് ആക്കണം അല്ലേ? നമ്മൾ ക്രോസ് ചെയ്ത് കയറിയിട്ടുണ്ട്. AC ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നമ്മള് വിൻഡോ വരെ തുറന്നിട്ടില്ലല്ലേ? ഭയങ്കര തണുപ്പാണ്. രാവിലെ എത്ര മണി ഇപ്പോൾ? 6:48. AC ഒന്നും ആവശ്യമില്ല. ആശിർക്ക് ഫുള്ള് വിൻഡോ ഒക്കെ താത്തിട്ടാ പോന്നെ. ഇങ്കലെത്തിപ്പോ നമ്മള് റൈറ്റ് എടുത്തല്ലേ? നമ്മൾ ഇന്നലെ സ്ട്രെയിറ്റാ വന്നെ, ഹിങ്കലിന് നേരെ വന്ന്. ഇതും ആശിർക്ക് ആ കാറിലുണ്ട്. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് അല്ലേ ഇവിടുത്തെ ആൾക്കാര്. നമ്മൾ ഇന്നലെ ലേക്ക് പോയ സമയത്ത് തന്നെ എത്രയോ ആൾക്കാർ മുട്ടി തട്ടിട്ട് നടക്കാൻ സ്ഥലമില്ല, അത്രയും ആൾക്കാരാണ് രാവിലെ തന്നെ ജോഗിങ് ആയിട്ടും എക്സസൈസ് ചെയ്യുന്നത്. ഇതാണ് മൈസൂർ യൂണിവേഴ്സിറ്റി. ഏതാ ലെഫ്റ്റ്?
മെയിന് ഇതാ മൈസൂർ യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ. നമ്മൾ ഈ വരുന്ന വഴിക്ക് കണ്ടിരുന്നു തോന്നുന്നു കേട്ടോ. നാട്ടിൽ നിങ്ങൾ റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നലെ വന്ന ലേക്കിൻ്റെ സൈഡാ. ഓക്കെ ഓക്കെ കുക്കരഹള്ളി. നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ല പോയിട്ടുണ്ടാവാ. ഓക്കെ 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 ഇതാണ് ലേക്കിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. നല്ല അടിപൊളി റോഡായതുകൊണ്ട് തന്നെ രാവിലെ നടക്കാനായാലും എന്തിനും അടിപൊളിയാണ് ഇവിടെ അല്ലേ. ഡ്രൈവിങ്ങും ഒക്കെ സുഖമാണ്. ഇനിയിപ്പോൾ നാട്ടിലിതില്ലോ ലീവ് ഉണ്ടാവില്ല ഒന്നല്ലേ. ക്രിസ്മസിൻ്റെ ടൈം ഉണ്ടാവുക. ക്രിസ്മസിൻ്റെ ടൈം ലീവ് ഉണ്ടാവുക അന്നേരം. എങ്കിലും നാട്ടിൽ ഇപ്പം നാട്ടിൽ വരല് കുറവല്ലേ. കോളേജ് തുടങ്ങിയിട്ട് നാട്ടിൽ വന്നാൽ മാത്രമേ നമ്മൾ കാണലുള്ളൂ. ഇതേതാ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷന്? മെയിൻ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ നമുക്ക് ഹൂട്ടുപള്ളിയിൽ നിന്ന് വരുമ്പോ ഈ വീടിന്റെ അടുത്തുനിന്ന് വരുമ്പോ നമുക്ക് അടുത്ത് റെയിൽവേ സ്റ്റേഷന് അല്ല രണ്ടിന്റെ മിഡിലാ വരുന്നേ. പുതിയ വീട്ടിന്റെ അടുത്ത്. ഓ നമ്മൾ എത്തി തോന്നല്ലോ ഓൾമോസ്റ്റ്. ഇനി അറിയാം സ്ഥലം, അതുകൊണ്ടാണ് അടിച്ചു കയറി പോകുന്നത്. ഇനി ഇവിടെ നിന്ന് അറിയാം കറക്റ്റ്. ഇതൊക്കെ ദസറേൻ്റെ ലൈറ്റുകളാണ് ഫുള്ള്. ഇന്ന് നൈറ്റാണ് തോന്നുന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ദസറ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നത്. 25th ചാമുണ്ടി ഹിൽസ് ഒന്ന് പോണം. എന്താ അവിടെ എന്താ ടെമ്പിളാ? ടെമ്പിള് അത് മാത്രമല്ലോ കാണാന്. പിന്നെ കുറച്ച് നടക്കാനുണ്ടല്ലോ കയറാൻ. അപ്പം നമ്മള് പാല് വാങ്ങാൻ ഇവിടെ ഒരു നന്ദിനീൻ്റെ ഷോപ്പിൽ കയറിയതേനും. അവിടെ നമ്മൾ വാങ്ങി പാല്. നമ്മളെ വീട്ടിൻ്റെ തന്നെ അടുത്തുള്ളതാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് പാല് വാങ്ങി. ഇത് മാത്രമല്ലേ വേണ്ടുള്ളൂ. ടോണ്ട് മിൽക്ക് അല്ലേ. ഇവിടെ പൈസ കുറവല്ലേ പാലിന്. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ പൈസ കുറവാണ്. നാട്ടില് നാട്ടിൽ മിൽമ 28 ആണ് തോന്നുന്നു. ഒരു പാക്കറ്റ് 28 ആണ്. പിന്നെ ഇവിടെ 22 ഉള്ളൂ. നാട്ടിലെ മിൽമയാണ്. ഇവിടെ നന്ദിനിയാണ്. ഇവിടെ നന്ദിനിൻ്റെ തന്നെയല്ലേ ഇതും ഗീയും എല്ലാം മെയിനായിട്ട് ഉണ്ടാവുക. ഗീ എല്ലാം അഷർക്ക് താഴെ ഇറക്കിയിട്ടാ. ബാഗ് എടുത്തണം മോനെ. മോനാ മോനോട്ടാ